അറന്മുള വിമാനത്താവള പദ്ധതി ഭൂമിയിൽ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും IT വകുപ്പിന്റെ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി ജില്ലാ കളക്ടർക്ക് IT സെക്രട്ടറിയുടെ കത്ത്. നീക്കം പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തലയോഗം തീരുമാനിച്ചതിന് പിന്നാലെ കത്തിന്റെയും ചീഫ് സെക്രട്ടറി തലയോഗത്തിന്റെ മിനിറ്റ്സിന്റെയും പകർപ്പ് കേരള വിഷൻ ന്യൂസിൽ. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ. കടുവ കുടുങ്ങിയത് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഉടൻ കാട്ടിൽ വിടില്ലെന്ന് വനം മന്ത്രി. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്ന് ഇടത് അംഗങ്ങളുടെ ആവശ്യത്തിന് വഴങ്ങാതെ VC. വിഷയം അജണ്ടയിലില്ലെന്ന് VC സിസ തോമസ്. ചർച്ച വേണമെന്ന നിലപാടിൽ ഉറച്ച ഇടത് അംഗങ്ങൾ. സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് ആരോഗ്യമന്ത്രി. സർക്കാർ കുടുംബത്തോടൊപ്പമെന്ന് വീണ ജോർജ്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പോലീസ് ജീപ്പ് തടഞ്ഞ് പ്രതിഷേധക്കാർ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിന്റെ പട്ടികയിൽ ജ്യോതിയും എത്തിയത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി. വിവരാവകാശ രേഖ പുറത്ത്. ക്ഷണിച്ചത് നല്ല ഉദ്ദേശത്തോടെയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. പാലക്കാട് പനി ബാധിച്ച് ചികിത്സയിലുള്ള 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിയായ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 3 ജില്ലകളിലായി 425 പേർ സമ്പർക്ക പട്ടികയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണവും ഉച്ചകോടിയിലെ പ്രഖ്യാപനത്തിൽ പരാമർശിക്കണമെന്ന് ഇന്ത്യ. ഉച്ചകോടി ഇന്ത്യൻ സമയം 7 മണിക്ക്. അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ഇലോൺ മസ്ക്. പ്രഖ്യാപനം എക്സിലൂടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനെന്ന് മസ്ക്. പുതിയ പാർട്ടി ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് പിന്നാലെ.